അപ്പോൾ ഇന്നലെ ഇവിടെ വന്ന് നമ്മൾ മുറിയെടുത്തു. വാർധയിലാണ്. ഒരുപാട് വൈകി, 12 മണി കഴിഞ്ഞു വന്നപ്പോൾ തന്നെ. അപ്പോൾ വാർധ ടൗണിനകത്ത് ഹോട്ടൽ സായി ആര്യ എന്ന ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തത്. ചെക്ക് ഇൻ ചെയ്ത് കയറിയപ്പോൾ ഏകദേശം 12:30 മണിയായി. നല്ല വൃത്തിയുള്ള മുറിയാണ്, അത്യാവശ്യം വലിപ്പമുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്, കൊള്ളാം, കുഴപ്പമില്ല. കുറേ ഹോട്ടൽ നമ്മൾ അന്വേഷിച്ചു, പക്ഷെ അവസാനം ഇതാണ് കിട്ടിയത്. പലയിടത്തും നല്ല സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അധികം ഹോട്ടലെന്നുള്ള സ്ഥലമല്ല കേട്ടോ ഈ വാർധ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ യാത്രയുടെ 7ാമത്തെ ദിവസമാണ് ഇന്നിപ്പോൾ നമ്മളുള്ളത് മഹാരാഷ്ട്രയിലെ വാർധ എന്ന സ്ഥലത്താണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വാർധയിലെ ടൗണിനകത്തുള്ള നോർത്ത് സൗത്ത് റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. നല്ലൊരു ഹോട്ടലാണ്. അപ്പോൾ നമ്മളിവിടെ ഓർഡർ ചെയ്തു. ഒരു സെറ്റ് ഇഡ്ഡലിയും ഒരു ഒണിയൻ ഊത്തപ്പവുമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം 12 മണിയാണ്. അപ്പോൾ നമ്മുടെ ഒണിയൻ ഊത്തപ്പം, അതുപോലെ ഇഡ്ഡലി, ഒണിയൻ ഊത്തപ്പവും ഇഡ്ഡലിയും. ഇവിടുത്തെ ഫുഡ് കൊള്ളാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഇഡ്ഡലി, നല്ല ടേസ്റ്റുള്ള ഒണിയൻ ഊത്തപ്പമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു മസാല ദോശ കൂടെ പറഞ്ഞു. ഇവിടെ സാമ്പാർ സൂപ്പർ കേട്ടോ. നമ്മുടെ സ്റ്റൈല്, നമ്മുടെ കേരള സ്റ്റൈല് സാമ്പാർ അടിപൊളി സാധനം. അപ്പോൾ നമ്മുടെ യാത്രയുടെ 7ാമത്തെ ദിവസമാണ്. നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിൽ വാർധ എന്ന സ്ഥലത്താണുള്ളത്. ഇപ്പോൾ നമ്മൾ വീണ്ടും മുംബൈ നാഗ്പൂർ സമൃദ്ധി മഹാമാർഗ് എക്സ്പ്രസ് വേയിലേക്ക് കയറാൻ പോവുകയാണ്. ഇന്നലെ ഇവിടുന്ന് നമ്മൾ റൈറ്റിലേക്ക് പോയിട്ടാണ് വാർധയിലാണ് താമസിച്ചത്. അപ്പോൾ നമ്മൾ വീണ്ടും ടോൾ ഗേറ്റിലെത്തി. ഇവിടെ കിലോമീറ്റർ ഓടുന്നതനുസരിച്ചാണ് പൈസ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഓരോ എക്സിറ്റിൽ നിന്ന് എൻട്രിയിൽ കയറാം. എന്നിട്ട് അടുത്ത എക്സിറ്റ് ആകുമ്പോൾ നിങ്ങൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ അത്രയും പൈസ കൊടുത്താൽ മതി. കാറിന് ₹1.73 കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വാർധയിൽ നിന്ന് കയറി നമ്മളിനി അടുത്തത് നാഗ്പൂരാണ്. അവിടത്തേക്ക് ഒരു 70-75 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു 125-130 രൂപ നമ്മൾ ടോൾ കൊടുക്കേണ്ടി വരും. ഈ റോഡ് ഒരു ഒന്നൊന്നര സംഭവമാണ്. 700 കിലോമീറ്റർ നീളമുള്ള ഒരു എക്സ്പ്രസ് വേ ആണ്. കടൽ പോലെ കിടക്കുന്നുണ്ട്. 1, 2, 3, 4 വരി ഇവിടെ, 4 വരി അവിടെ. അപ്പോൾ അങ്ങനെ 8 വരി പാതയാണ്. പിന്നെ സൈൻ ബോർഡുകളൊക്കെ വളരെ വലിയ വിശാലമായ രീതിയിലാണ് സൈൻ ബോർഡൊക്കെ വെച്ചിരിക്കുന്നത്. കാറുകൾക്ക് 120 കിലോമീറ്ററും അതുപോലെ ട്രക്കുകൾക്ക് 100 കിലോമീറ്ററുമാണ് ഇവിടെ നമുക്ക് വേഗപരിധി എന്ന് പറയുന്നത്. അതുപോലെ ഓട്ടോറിക്ഷ, മോട്ടോർ സൈക്കിള്, കാളവണ്ടി അങ്ങനെയുള്ള വാഹനങ്ങളൊന്നും ഇവിടെ പ്രവേശിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇത് എക്സ്പ്രസ് വേ ആണ്. ടോൾ നല്ല ടോളാണ്, സംശയമില്ല. പക്ഷേ നമുക്ക് സുഗമമായി യാത്ര ചെയ്യാൻ സാധിക്കും. സൂപ്പറാണ്. വേഗത്തിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കും. പിന്നെ വിദേശ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന ഒരു റോഡ് തന്നെയാണ്. ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ നാടിന് അഭിമാനമുള്ള കാര്യം തന്നെയാണ്, ഒരു തർക്കവുമില്ല. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഖജുരാഹോയിലേക്കാണ്. ഇവിടെ നിന്ന് 620 കിലോമീറ്ററാണ് ഖജുരാഹോയിലേക്ക് കാണിക്കുന്നത്. ഇന്ന് ഖജുരാഹോയിൽ ഓടി എത്തത്തില്ല. അപ്പോൾ പോകുന്ന വഴിക്ക്, അത് നാഗ്പൂരിൽ നിന്ന് തിരിഞ്ഞ് നമ്മൾ മധ്യപ്രദേശിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എത്രാമത്തെ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ കേരളം, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശിൽ. ഇന്ന് നമ്മൾ മധ്യപ്രദേശിലേക്ക് കയറും. യെസ്, നമ്മൾ എക്സ്പ്രസ് വേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുംബൈ നാഗ്പൂർ സമൃദ്ധി മഹാമാർഗ്, അതായത് എക്സ്പ്രസ് വേ ഓടിക്കുന്നുണ്ടോ നമ്മുടെ എക്സ്പ്രസ് വേയിലൂടെ വണ്ടി ഓടിക്കുകയാണ്. എങ്ങനെയുണ്ട് അനുഭവം? യെസ്. നമ്മൾ നാഗ്പൂർ ടൗണിലേക്ക് കടക്കുകയാണ്. എക്സ്പ്രസ് വേ ഏകദേശം അവസാനിച്ചു. നമുക്കിനി പോവേണ്ടത് ഇങ്ങോട്ട് ലെഫ്റ്റ് പോകണം. എന്താ റോഡിൻ്റെ ഭംഗി, അടിപൊളിയാണ് കേട്ടോ.
അപ്പം നമ്മൾ നാഗ്പൂരിൽ നിന്ന് ഖജുരാഹോയിലേക്ക് പോവുകയാണ്. ജബൽപൂർ വഴിയാണ് പോകുന്നത്. നാഗ്പൂർ ടൗണിലേക്ക് നമ്മൾ കടന്നില്ല. നാഗ്പൂർ ടൗണിൽ പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് റിംഗ് റോഡ് വഴി നമ്മൾ ജബൽപൂരേക്ക് പോവുകയാണ്. നല്ല റോഡാണ്. നാഗ്പൂർ ജബൽപൂർ റിംഗ് റോഡ്, ഹൈവേ ആണിത്. നല്ല റോഡാണ്. 4 വരി പാതയാണ്. ടോൾ റോഡാണിത്. നമ്മളിപ്പോ നാഗ്പൂരിൽ നിന്ന് ജബൽപൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഫ്ലൈ ഓവറാണ്. താഴെ കാടാണ്. അപ്പോൾ വന്യജീവികൾക്ക് ജീവനാശം സംഭവിക്കാതിരിക്കാനും അതുപോലെ നല്ല സ്മൂത്ത് ട്രാഫിക്കിന് വേണ്ടിയിട്ട് ഫ്ലൈ ഓവറാണ്. കുറേ ദൂരമായി ഉണ്ടാവും. അപ്പോൾ കാട്ടില് വന്യജീവികൾ സുഖമായി ജീവിക്കുന്നുണ്ട്. നമുക്ക് യാത്രയ്ക്കും തടസ്സമില്ല. അടിപൊളിയാണ് ഫ്ലൈ ഓവർ. സൂപ്പർ. നമ്മളിപ്പോൾ മഹാരാഷ്ട്ര മധ്യപ്രദേശ് ബോർഡർ എത്താറായി. ഇപ്പോൾ കടന്നു പോകുന്നത് പെഞ്ച് ടൈഗർ റിസർവിലൂടെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ഒരു ഫ്ലൈ ഓവറാണ്. ഓക്കെ, പെഞ്ച് ടൈഗർ റിസർവ് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മള് ബോർഡറിലൊക്കെ കണ്ടു തുടങ്ങി. ശ്രീനഗർ 1832, വാരണാസി 647, സിയോണി 46. നമ്മള് മധ്യപ്രദേശ് ബോർഡർ എത്താറായി. അങ്ങനെ നമ്മള് നമ്മുടെ ഇന്നത്തെ അല്ല, നമ്മുടെ ഇപ്രാവശ്യത്തെ യാത്രയുടെ 5ാമത്തെ സംസ്ഥാനമാണ് കേരളം. തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശിലേക്ക് നമ്മൾ ഇപ്പൊ പ്രവേശിച്ചിരിക്കുകയാണ്. വീണ്ടും ഒരു ഫ്ലൈ ഓവറിലേക്ക് കയറിയിരിക്കുകയാണ്. പെഞ്ച് ടൈഗർ റിസർവിലൂടെയാണ് നമ്മൾ പോകുന്നത്. പെഞ്ച് ടൈഗർ റിസർവ്. റോഡിന്റെ 2 സൈഡും ഇങ്ങനെ ബാരിക്കേഡ് ഉണ്ട്. അതായത് വന്യജീവികൾ ഒരു കാരണവശാലും കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കുരങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ, കുരങ്ങന്മാരൊക്കെ മരത്തിന്റെ മുകളിൽ നിന്ന്, കാരണം റോഡ് ഫ്ലൈ ഓവർ ആയിട്ട് റോഡ് നല്ല ഉയരത്തിലാണ്. അപ്പം മരത്തിൽ നിന്നും കുരങ്ങന്മാര് ഈ റോഡിലേക്ക് ചാടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആളുകൾക്കും പ്രശ്നമാണ്, കുരങ്ങന്മാർക്കും പ്രശ്നം. അതുകൊണ്ടാണ് 2 സൈഡും റോഡിന്റെ 2 സൈഡും ബാരിക്കേഡ് വെച്ച് കവർ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ടോൾ ഗേറ്റിലേക്ക് എത്തുകയാണ്. ഇത് ഖവാസ എന്ന സ്ഥലമാണ്. നമ്മൾ മധ്യപ്രദേശിലേക്ക് കയറുമ്പോൾ കാണുന്ന സ്ഥലമാണ് ഖവാസ. നല്ല റോഡാണ്. ഈ നാഗ്പൂർ ജബൽപൂർ റോഡ് നല്ല റോഡാണ്. ആ റോഡ് സൈഡിൽ ഒരു പശുക്കുട്ടി നിൽക്കുന്നുണ്ട്, സൂക്ഷിക്കണം. ഇപ്പോൾ നാഗ്പൂര് ജബൽപൂര് ഹൈവേയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മധ്യപ്രദേശിന്റെ ബോർഡർ കടന്ന് നമ്മൾ സിയോണിയിലേക്ക് പോകുന്നത്. സിയോണി ഈ റോഡ് നോക്കിയ കംപ്ലീറ്റ് ഫ്ലൈ ഓവറാണ്. 2 സൈഡും പ്രൊട്ടക്ട് ചെയ്ത ഫ്ലൈ ഓവറാണ്. ഭയങ്കര വളവും തിരിവുമാണ് ഈ റോഡിൽ കേട്ടോ. ഓക്കെ, നിറയെ ട്രക്കുകൾ വരുന്നുണ്ട്. നല്ല വളവാണ്, സൂക്ഷിച്ചോടിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. വീണ്ടും ഫ്ലൈ ഓവറാണ്. ഇവിടെ നിറയെ ഫ്ലൈ ഓവറുകളാണ്. ഇത് ശരിക്കും വലിയൊരു കാടാണ്. ഈ ബാരിക്കേഡ് വെച്ചിട്ടും കുരങ്ങന്മാര് അതിന്റെ മുകളിൽ നിന്ന് ചാടി റോഡിലേക്ക് വീഴുന്നുണ്ട് കേട്ടോ. മരത്തിന്റെ മുകളിൽ നിന്ന് ചാടി താഴേക്ക് ഇറങ്ങുന്നുണ്ട്. അതെന്താ അത്? ഓക്കെ, ഫ്ലൈ ഓവറാണ്. ഫുള്ള് ഫ്ലൈ ഓവറാണ്. അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പോ മധ്യപ്രദേശിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾ സിയോണി എന്ന സ്ഥലത്തൂടെയാണ് പോകുന്നത്. ഇനി നമ്മൾ പോകുന്നത് ജബൽപൂരേക്കാണ്. നമ്മുടെ വലത് ഭാഗത്ത് കാണുന്ന ആ നഗരമാണ് സിയോണി നഗരം. നമ്മൾ ആ നഗരത്തിനുള്ളിലേക്ക് കടക്കുന്നില്ല. റിംഗ് റോഡ് വഴി നമ്മൾ പുറത്തേക്ക് പോവുകയാണ്.
ജബൽപൂരേക്ക് 160 കിലോമീറ്റർ ആണ് ഇവിടുന്നുള്ളത്. ഇടത് ഭാഗത്ത് പരുത്തി കൃഷി കാണാം. നല്ല റോഡാണ്. റോഡെന്ന് വെച്ചാൽ സൂപ്പർ റോഡാണ്. സ്ട്രെയിറ്റ് ലൈൻ പിടിച്ച പോലെയുള്ള റോഡാണ്. മധ്യപ്രദേശിൽ നമ്മൾ കയറി പെട്രോൾ അടിക്കുകയാണ്. 1 ലിറ്റർ പെട്രോള് 107 രൂപ 67 പൈസയാണ് കേട്ടോ. ഫുൾ ടാങ്ക് അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഖജുരാഹോയിലേക്ക് നല്ല ദൂരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മധ്യപ്രദേശിൽ നിന്ന് ഇതുവരെ ഞാൻ ലൈഫിൽ പെട്രോൾ അടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ പെട്രോൾ അടിക്കണം ഫുൾ ടാങ്ക്. നമ്മൾ ജബൽപൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നദി കണ്ടു. ആ നദിയിൽ അത്യാവശ്യം ഒരു വലിയ നദിയാണ്. ആ പാലം നമ്മളിങ്ങനെ കടന്നു. അവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, വള്ളമൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഇത് ബെയിൻ ഗംഗ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഗംഗയല്ല, ബെയിൻ ഗംഗ. അടിപൊളി, ബെയിൻ ഗംഗ. നോക്കൂ, അതിൻ്റെ കരയിൽ കൃഷിയൊക്കെ ഉണ്ട്, നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. നമ്മൾ പണ്ടൊക്കെ സ്വപ്നത്തിൽ കാണുന്ന പോലെയുള്ളതൊക്കെയാണ് വള്ളം. അധികം വീതിയൊന്നുമില്ല, ഒരു 10-30 മീറ്ററൊക്കെ ഉള്ളൂ. പക്ഷേ വള്ളമൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. അതിൻ്റെ കരയിൽ പച്ചപ്പുണ്ട്, കൃഷിയുണ്ട്, ഡ്രിപ്പ് ഇറിഗേഷനൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ മധ്യപ്രദേശിലെ ഉൾഗ്രാമമാണിത്. ഉണ്ട്, അവർ ദീദി ഇവിടെ നിന്ന് ആടിനെ മേയ്ക്കുകയാണ്. ഇവരോട് ഞാൻ ചോദിച്ച നദിയുടെ പേര്, അപ്പോൾ ഗംഗയെന്ന് പറഞ്ഞു. അപ്പോൾ ഗംഗ ഇവിടെ കൂടെ അല്ലല്ലോ, പ്രയാഗ്രാജിൽ കൂടെ ഒഴുകി പോവുകയല്ലേ, വാരണാസി വഴിയല്ലേ. അപ്പം ഗംഗയുടെ മറ്റൊരു കൈവഴി ആയിരിക്കണം, അതാണ് ബെയിൻ ഗംഗ. അപ്പോൾ ഇന്ന് നമ്മുടെ യാത്രയുടെ 7ാമത്തെ ദിവസം നമ്മൾ മഹാരാഷ്ട്രയിലെ വാർധയിൽ നിന്ന് പുറപ്പെട്ട് മധ്യപ്രദേശിലെ ജബൽപൂരെത്തി. ജബൽപൂർ നമ്മളൊരു 9 മണിയായപ്പോൾ എത്തി. ഇത് നമ്മളിന്ന് താമസിക്കുന്ന ഹോട്ടലാണ്, ഹോട്ടൽ ജബാലി പാലസ് എന്നാണ്. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. നല്ല ഹോട്ടലാണ്. നന്നായിട്ട് ലൈറ്റ് സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ ഹോട്ടലാണ്. ഇതാണ് ജബൽപൂർ. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മുടെ പയ്യൻ എന്താ ഇവിടെ കിടപ്പുണ്ട്, റെസ്റ്റാണ് പുള്ളി, ഇവിടെ കിടക്കുകയാണ്. KL ഹോട്ടലിൻ്റെ ഉൾവശമാണ് ഇത്. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ട്. നല്ല ഒരു ആംബിയൻസൊക്കെ ഉള്ളൊരു ഹോട്ടലാണ്. ഇതാ ഉൾവശമാണ്. ഇന്ന് നമ്മളിവിടെ കുക്ക് ചെയ്യണം. നമ്മുടെ വീട്ടിൽ ഇൻഡക്ഷൻ കുക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എഗ് നൂഡിൽസ് ഉണ്ടാക്കുകയാണ്. എയർ കണ്ടീഷനൊക്കെ ഉണ്ട്, TV ഒക്കെ ഉണ്ട്.